ദൈവം കൂടെയുണ്ട്. നീ ധൈര്യമായിട്ട് മുമ്പോട്ട് വെക്കോ. ഇങ്ങനെ ചിന്തിച്ചാൽ ഞാൻ ഓരോ ദിവസം തുടങ്ങുന്നത്. മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് സന്തോഷം തരുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ചുറ്റും നമ്മളെ ഇഷ്ടമുള്ളവരുണ്ടല്ലോ എന്നാലോചിക്കുമ്പോഴൊരു സന്തോഷം. ഇപ്പൊ ഡാൻസ് ക്ലാസ് ഒന്നുമില്ലേ? മാസ്റ്ററേ, ഇനി കുറച്ച് ആക്ടിംഗ് ഒക്കെ പഠിച്ചാലോന്ന് ആലോചിക്കായിരുന്നു. നമുക്ക് ഇഷ്ടമാണ് ആക്ടിങ്. ഇതെന്താ കയ്യിൽ ചോക്ലേറ്റാ? മാഷിക്ക് ചോക്ലേറ്റ് വേണോ? താങ്ക് യു മാസ്റ്റർ. ബൈ ബൈ. ജാൻവി, നിങ്ങൾ ആ ചിരി കണ്ടില്ലേ? ഇങ്ങനെ പലരുടെയും ചിരികളാ എന്നെ തോറ്റുപോകാതെ മുമ്പോട്ട് കൊണ്ടിരുന്നു. നല്ലൊരു ഫ്രണ്ടുള്ള എന്തുകൊണ്ടും നല്ലതല്ലേ? പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും. അതാണോ പെണ്ണോ ആയിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പ്രതീക്ഷിക്കാതെ എപ്പോൾ വേണമെങ്കിലും വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫ്രണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടോ? എനിക്കുണ്ട്. ജീന. എടാ, നീ ഇപ്പോൾ അവളോട് കേസ് തീർന്നതും ബിസിനസ് രജിസ്റ്റർ ഒന്നും പറഞ്ഞില്ല? അതൊന്നും കേൾക്കാനല്ല അവള് വന്നത്. പക്ഷെ അതൊന്നല്ല എൻ്റെ മനസ്സിൽ. അന്ന് വന്ന് രക്ഷ കുട്ടിയാറാന്ന് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ നീ അവിടെ പേരോ ഫോൺ നമ്പറോ ഒന്നും ചോദിച്ചില്ല? ഹിമയുടെ മുമ്പിൽ ആകെ നാണം കെട്ട് നിൽക്കായിരുന്നു. അപ്പോഴവളെ എവിടുന്ന് വന്നത്? അന്ന് എന്താ ശരിക്കും സംഭവിച്ചേ? ഒരുപാട് നാളുകൂടി കാണാൻ പോയത് അവളെ. എല്ലാം ഓക്കെ എന്ന് പറയാം. பார்த்துக்கனா இங்க காத்திருக்கேன், நெஞ்சு ஏங்கிருக்க. உன்னை பார்க்க வானத்தை தாண்டியும் வந்து என் காதல காமிப்பேன். என் மூச்சவ എന്താ മനു ഇത്ര ലേറ്റ് ആയത്? ഞാൻ എത്ര സമയമായെന്നറിയോ വന്നിട്ട്? എന്താ ഒന്നും പറയാനില്ലേ? അല്ലേലും എന്ത് പറയാൻ, വല്ല മുടത ന്യായവും കാണും. അത് പണ്ടും അങ്ങനെയാണല്ലോ. നിന്റെ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ, പ്രാരബ്ധം, കടം, ലോണ്, അച്ഛന്റെ രോഗം, അനിയത്തിയുടെ പഠിത്തം. ഉഫ്. പിന്നെ നീ ചെയ്തൊരു നല്ല കാര്യം, നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് എടുക്കാതെ നീ തന്നെ പറഞ്ഞതാ. കഴിഞ്ഞ 3 മാസം ഞാൻ നന്നായി ആലോചിച്ചു, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. നമുക്കൊന്ന് മാറി സംസാരിക്കാം. എന്തിന്? പ്രവീണിനെല്ലാം അറിയാം. എന്താ ഇപ്പൊ നീ ഇങ്ങനെ പറയുന്നേ? നിന്റെ എന്തെങ്കിലും കാര്യത്തിന് ഞാൻ എതിര് നിന്നുണ്ടോ? എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ കാര്യത്തിനും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ? നീ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ എന്താ കണക്ക് പറയാ? അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് വേണ്ടി മുടക്കിയ പൈസയുടെ എല്ലാത്തിന്റെയും കണക്ക് പറഞ്ഞോ, ഞാൻ മുഴുവനെ അങ്ങ് തിരിച്ചു തന്നേക്കാം. ഇപ്പൊ തന്നെ നിന്റെ കോലം നോക്ക്, നീ പഴയതുപോലെയല്ല, നീ നന്നായി മാറി. ഞാൻ ഒരുപാട് ആലോചിച്ചു മനു, ഇത് ശരിയാവില്ല. നീ ആരാ നിന്റെ വിചാരം? കുറെ എന്തായാലും നീ തുടങ്ങിട്ട്. മനു കണ്ടോ, മനുവിന്റെ ശ്രദ്ധ ഇപ്പോഴും ഇവിടെ ഒന്നും അല്ല. ഇത് എനിക്ക് കൊണ്ടുവന്നതാ. ഇതിപ്പോ ഒരു 2 കൂടി മേടിക്കാൻ പറഞ്ഞ മനുവിനെ കൊണ്ട് പറ്റുമോ? ഇല്ലല്ലോ. സോ മനു, ലെറ്റ്സ് സ്റ്റോപ്പ് ദിസ്. മനു, ഇവിടെ ഇരിക്കായിരുന്നോ? Olha, minha, se divide, vem.
ഓർഡർ ചെയ്തത് കിട്ടിയേ. പിന്നെ ഞാൻ മനുവിന്റെ കാർഡിൽ നിന്ന് പേ ചെയ്തിട്ടുണ്ടേ. ഇവല്ലേ? ഹായ്, മനു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നൈസ് ടു മീറ്റ് യു. ഹലോ, നിങ്ങൾ എന്തെങ്കിലും ഡിസ്കഷനിലാണോ? ആണെങ്കിൽ ഒരു 5 മിനിറ്റ്. മനു, ഒരു കാര്യം പറയാനുണ്ട്. വാ. ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അല്ലേ? അതെ, ആണുങ്ങളായ കുറച്ചൊക്കെ ധൈര്യം വേണം. ഇങ്ങേര് ചുമ്മാ എന്തിനാ വെറുതെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ നാണം കെടാൻ നിൽക്കുന്നത്? ഒരു നല്ല തേപ്പ് സീന് കണ്ടപ്പോ ഒന്ന് രക്ഷിക്കാന്ന് കരുതി. പിന്നെ ആള് പറഞ്ഞതൊന്നും കേട്ട് വിഷമിക്കാൻ നിൽക്കണ്ട. ഒരു റിലേഷൻഷിപ്പ് പിരിഞ്ഞു പോകുമ്പോഴല്ലേ നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കുറ്റങ്ങൾ മാത്രമേ പറയുള്ളൂ. നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും പറയില്ല. പിന്നെ ആ കുട്ടിയുടെ കൂടെ ഇരിക്കുന്ന ആളില്ലേ, അവര് തമ്മിൽ റിലേഷൻ ആണെന്ന് തോന്നുന്നു. സോ മനുവിനെ ഒഴിവാക്കണം, അത്രേ ഉള്ളൂ. ആൾക്ക് ചിലപ്പോൾ മനുവിനെക്കാളും നല്ലൊരു ജോലി കാണും, പൈസ കാണും. അതുകൊണ്ട് മോൻ ഈ റിലേഷൻഷിപ്പിന്റെ പിന്നാലെ പോയി സമയം കളയാതെ മോന്റെ ഫ്യൂച്ചർ ആദ്യം സെറ്റാക്കാൻ നോക്ക്. എല്ലാം സെറ്റായി വരുമ്പോ മോനുള്ള ആളെ ദൈവം തന്നെ കൊണ്ടുവരും. അപ്പൊ സെറ്റല്ലേ? എനിക്ക് മനുവിനെ എന്തിഷ്ടാന്നറിയോ? ശരിക്കും யார் பழியோ யார் பிழையோ யார் வச்ச கண்மொழியோ நான் கேட்ட கேள்விக்கு நீ மட்டும் தான் விடையோ என்னாகும் என் விதியோ என்னாகும் என் விதியோ என்னாகும் என் விதியோ என்னாகுமோ விட்டு போன வாசலிலே வாழ்க்கை தீர காத்திருக்க காத்தில் உள்ள காதலெல்லாம் கூட்டி காத்து தாரனா. ദേ പിന്നെ അതങ്ങ് വിടടോ. ഇയാളെ എന്റെ കയ്യും പിടിച്ച് ആളുടെ മുന്നിൽ കൂടെ സ്ലോ മോഷനിൽ അങ്ങ് നടക്ക്. അല്ലെങ്കിൽ പിന്നെ ഞാൻ മാസായിട്ട് വന്ന് രക്ഷിച്ചത് ഒരു ഗുമ്മില്ലാതെ ആയിപ്പോ. தொட்டாரே பட்டாசா நான் வெடிக்கிற 10,000 பாலா നീ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി. ഈ പ്രേമം തലേക്കരിക്കുമ്പോഴേ നമ്മുടെ പാർട്ട്ണറെ മാറ്റണം നമ്മൾ മനസ്സിലാവില്ല. സാരല്ല, എന്തായാലും ഒരുപാട് താങ്ക്സ്. ആകെ നാണം കിട്ടുപോയനെ. എന്താ എൻ്റെ പേര്? ഇത് തന്നെ തേച്ചാ പെട്ടെന്ന് കാണാതെ ഒരു കാര്യം. അപ്പൊ നീ ഇതിനു മുന്നേ അവളെ കണ്ടിട്ടേ ഇല്ല? എന്നാലും അത് ആരായിരിക്കും? അത് ആരാന്ന് വെച്ചാ എനിക്കറിയില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അത് ആരാണെങ്കിലും ഇപ്പൊ എവിടെയായിരിക്കും? ഇത് ശരിയല്ലേ സജി? നമുക്ക് കുടിച്ചു നിർത്താം. ഇനി മേലെ പിന്നല്ല വരരുത്. പറഞ്ഞോ സജി ഇവിടെ നിക്കുവായിരുന്നോ? നമുക്ക് പോണ്ടേ?
കാണാൻ പറ്റുക ഒരു താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു. ഭൂമി ഉരുണ്ടതല്ലേ, എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റുമായിരിക്കും അല്ലേ?